കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശശി തരൂർ പൂർണ്ണമായും ഒറ്റപ്പെട്ടതായി സൂചന. അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തരൂരിനെ വിമർശിച്ചു രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമായാണ്. എന്നാൽ ഈ വിമർശനങ്ങളോട് തരൂർ മൗനം പാലിക്കുകയും കോൺഗ്രസിൽ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന് നീക്കമെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തരൂരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അദ്ദേഹം കേരളത്തിൽ കൂടുതൽ സജീവമാകുമെന്നാണ്. തരൂർ നിലവിൽ മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം മുമ്പൊരിക്കൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. ഭാവിയിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണിതെന്നും ആക്ഷേപം സജീവമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനായി തരൂർ ക്യാമ്പ് മത സാമുദായിക സംഘടനകളുടെ പിന്തുണ തേടുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി ശശി തരൂർ പങ്കെടുക്കും. കൂടാതെ പാലാ രൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടാനും തരൂർ തയ്യാറെടുക്കുന്നുണ്ട്. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തരൂരിനെ തുടർന്നുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തരൂർ BJP പക്ഷത്തേക്ക് നീങ്ങുന്നത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ ബാധിക്കുമെന്നതിനാൽ കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച വേളയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും KPCC നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല. എന്നാൽ ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനാണ് തരൂരിന്റെ തീരുമാനം. തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂർ ഒപ്പമില്ലെന്നും അദ്ദേഹത്തെ ഇനി ക്ഷണിക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ ഇന്നലെ തുറന്നടിച്ചിരുന്നു. എങ്കിലും വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ്. തരൂർ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ തീരുമാനമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം ദേശീയതയുടെ പേരിൽ മോദി സ്തുതി നടത്തുന്ന ശശി തരൂരിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. തരൂർ വിവാദത്തിൽ പ്രകോപനപരമായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്ത ഉണ്ണിത്താൻ തരൂർ പങ്കെടുത്താൽ യോഗത്തിന് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും ആരോപിച്ചു. യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു. നേതൃത്വത്തെ കരിവാരിത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം MPമാർ യോഗത്തിൽ അറിയിക്കും. ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാകില്ലെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിവാദ പ്രസ്താവനകളും മോദി സ്തുതിയും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസിന് തലവേദനയാകുന്ന ശശി തരൂരിനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇതിനിടെ അടിയന്തരാവസ്ഥ ലേഖന വിവാദത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP രംഗത്ത് വന്നിരുന്നു. ഗാന്ധി കുടുംബത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും വിമർശിക്കുന്നത് തന്നെ വായിക്കാത്തവരാണെന്നും തരൂർ പറഞ്ഞു. 1997 താൻ എഴുതിയത് തന്നെയാണ് ഇത്തവണയും എഴുതിയത്. നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുമാണ് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും ശശി തരൂർ വ്യക്തമാക്കി. സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സർവേ നടത്തിയവരോട് ചോദിക്കണമെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. സർവേയെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്നും അത്രയേ ഉള്ളൂവെന്നും തരൂർ കൂട്ടിച്ചേർത്തു.